സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ പണിമുടക്ക് ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിൽ ചെയ്യുകയാണ്. നമുക്ക് ആ ദൃശ്യം കാണാൻ സാധിക്കും. ഇന്ന് പണിമുടക്കാണ്. ഈ പണിമുടക്കിനോട് നിങ്ങളുടെ ഒരു നിലപാട് എന്താണ്? ഞങ്ങൾക്ക് ഈ ജോലി പെട്ടെന്നൊന്ന് തീർക്കണം. ഞങ്ങൾക്ക് അരി മേടിക്കണ്ടേ? ഇതിൽ നിന്നാ ഞങ്ങൾ അരിയൊക്കെ മേടിക്കുന്നേ, പിള്ളേരെ പഠിപ്പിക്കുന്നത്. പണിമുടക്കിന്റെ കാര്യം അറിഞ്ഞിരുന്നു? അറിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ചെയ്തിട്ട് അങ്ങ് പോവും. ഇച്ചോളൊന്ന് തീരാനുണ്ട്. അതോടെ തീരുവാൻ ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ട്, ഈ പണിമുടക്കിന്. പക്ഷെ എന്നാലും കുറച്ചു നേരം നമ്മൾ ജോലി ചെയ്തിട്ട് പോകുന്നു. നമുക്ക് അരി മേടിക്കണ്ടേ? അതോ സാധനത്തിനൊക്കെ എന്തോ വിലയാ, പട്ടിണിയും പാടും. ഇനിയിപ്പം ഞങ്ങളെല്ലാം ചത്തുപോകാനാ തോന്നിയേ ഇങ്ങനെ പട്ടിണി കിടന്നു. ഈ സാധനത്തിനൊക്കെ ഇങ്ങനെ വില കൂടിയ നിങ്ങൾ ധൃതി വെച്ചങ്ങ് പോയാലും ഞങ്ങളുടെ കാര്യം അറിയണ്ടേ? ധൃതിയൊന്നുമില്ല. ഇന്ന് പണിമുടക്കാണ് എല്ലായിടത്തും. ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ KSRTC ബസ്സൊന്നും സർവീസ് നടത്തുന്നില്ല, ചിലയിടങ്ങളിലൊക്കെ തടയുന്നുണ്ട്. പിന്നെ സ്വകാര്യ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഈ തൊഴിലാളികളുടെ ഈ പണിമുടക്കിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങളെന്തോ പിന്നെ എല്ലാവരും കൂടി അവർ പണിമുടക്കാൻ നമ്മൾ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഞങ്ങളുടെ ജോലി കുറേയൊക്കെ തീർന്നു പോകാനുണ്ട്. അതുകൊണ്ട് അവർ ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു പണി തീരാനുള്ളവർ ഇറങ്ങി പണി ചെയ്ത് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരത്തിനോട് അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ കുറേ കൂടെ പണി തീർന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞു. തൊഴിലാളികൾക്ക് വേണ്ട അവകാശങ്ങൾ കിട്ടണം അല്ലേ? എല്ലാം കിട്ടണം. എല്ലാം വില കുറച്ച് ഞങ്ങൾക്ക് തരണം. ഇല്ല, വെളിച്ചെണ്ണ കഥ പറഞ്ഞ പോലെ എല്ലാം സ്വർണത്തിന് വില കൂടുതലാണ്. ഇന്നിപ്പം അമ്മ അറിഞ്ഞിരുന്നില്ലേ ഇന്ന് പണിമുടക്കാണ്? സംയുക്ത തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കാന്ന് അറിഞ്ഞു. പക്ഷെങ്കിൽ പണിമുടക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കുത്തിയിരുന്നാൽ ഞങ്ങളുടെ ചിലവ് ഇന്ന് കഴിയത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി പണിമുടക്കുകാർ വരുവാണെങ്കിൽ ഞങ്ങൾ അപ്പോഴങ്ങ് കയറിപ്പോവും, അത്രയേ ഉള്ളൂ. അല്ല നമ്മൾ അതിനെ എതിർക്കാൻ നമ്മളെ പിന്നെ ഈ പണിമുടക്കുകാരോട് അനുഭാവമുള്ളവർ തന്നെയാണ്. അവർ വരികയാണെങ്കിൽ നമ്മൾക്ക് അപ്പോഴേ ഞങ്ങൾ പോകും. രണ്ട് പേർ അവിടെ നിന്ന് ഇങ്ങനെ അവരവരുടെ ജോലി തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. വലിയ അധ്വാനമുള്ള ജോലി തന്നെയാണ്. നമ്മൾ പണിമുടക്കിന്റെ കാര്യം അറിഞ്ഞിരുന്നില്ലേ? അറിഞ്ഞു. പണിമുടക്കിനോട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നിലപാട് എന്താണ്? അവരെ ഇവിടെ വന്ന് ഞങ്ങളെ ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾ പോകും. ഇനി ഞങ്ങൾക്ക് പണി തീരാനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. പിന്നെ സാധനങ്ങൾക്കൊക്കെ അന്യായ വിലയാണ്. ഇതുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും എടുക്കാനും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. എത്ര ദൂരം കൂടെ എങ്ങനെ വൃത്തിയാക്കാനുണ്ട്? ഇനിയുണ്ട്, അങ്ങ് അവിടം വരെ. പിന്നെ അങ്ങ് റോഡൊക്കെ ഉണ്ട്. പറഞ്ഞോളൂ, എത്ര ദൂരം ഇനിയും തീർക്കാനുണ്ട്? ഇനിയും ഇന്നത്തേക്ക് തീരുമോ? ഇന്നും തീരത്തില്ല, നാളെയും തീരത്തില്ല. ഇങ്ങനെ തീരാതെ പണി കിടക്കുക. പിന്നെ ഞങ്ങൾ ചെയ്യാവുന്നിടത്തോളം ഞങ്ങൾ ചെയ്യുക. പണിമുടക്കിനോട് അനുകൂലം തന്നെയാണ്. പണിമുടക്കിനോട് ഞങ്ങൾ അനുകൂലം തന്നെയാണ്. പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് എതിർക്കുന്നില്ല. നമ്മൾ പറഞ്ഞ ഉടനെ കയറിപ്പോരും. അങ്ങനെ ആൾക്കാർ വന്നാൽ നിങ്ങൾ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർത്തിയിട്ട് കയറിപ്പോവും. അല്ല, ഞങ്ങളിത് ചെയ്തേ തീരത്തുള്ളതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് പിന്നെ സംയുക്ത ഇപ്പൊ ഇത് നിങ്ങൾ ഇതും കൊണ്ട് ഇറങ്ങിയതിന്റെ കാര്യം ഒരു കൗതുകം തോന്നി ഇന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ. KSRTC ബസ്സുകളൊക്കെ ഓടുന്നില്ല, എല്ലാം ഒന്നും ഓടുന്നില്ല. രണ്ട് വണ്ടികളെ തടഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സർവീസുകളൊന്നും നടത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവര് തടയാനെങ്കിലും വരുമോ? അതറിയില്ല. അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി നിർത്തും, അങ്ങനെയാണ്? വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്തില്ല. അതുവരെ ഞങ്ങൾ ജോലി ചെയ്യും. തൊഴിലാളികളുടെ കൂടെ തന്നെയാണ് എന്നാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നത്. സംയുക്ത തൊഴിലാളി യൂണിയൻ ഇന്നിപ്പോൾ നടത്തുന്ന പണിമുടക്കിനോട് ഇവർ പൂർണ്ണമായും അനുകൂലിക്കുന്നു. ആരെങ്കിലും ഇന്ന് ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അവർ പണി നിർത്തും, അല്ലെങ്കിൽ ഞങ്ങൾ പണി ചെയ്യുകയാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.